ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു ഷാസി ട്രീറ്റ്സ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കും മധുരം നല്ല ഇഷ്ടമാണല്ലേ. അപ്പോൾ തീ പോലും കത്തിക്കാണ്ട് നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള സ്വീറ്റ് തയ്യാറാക്കിയാലോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം ഫസ്റ്റത്തെ ഒരു ലെയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ക്രീമില്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റും എടുക്കാം. ഞാനിപ്പോൾ പാർലേജി ബിസ്ക്കറ്റ് എടുത്തിരിക്കുന്നത്. പാർലേജി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഇത് ഞാനിപ്പോൾ 30 പീസ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എക്സ്ട്രാ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഗീ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കിയിട്ട് എടുക്കുക. ഒരുപാട് കട്ടി വേണ്ട, എന്നാൽ ഒരുപാട് ലൂസും ആകാത്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക കൈകൊണ്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിന്. എല്ലാം കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുത്തിന്. ഈ ഒരു രീതിക്കാണ് നമ്മളെ ഫസ്റ്റത്തെ ലെയർ. ഇനി ഞാനൊരു ചെറിയൊരു ടിഫിൻ എടുത്തിന്. ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിന്. ബട്ടർ പേപ്പർ വെച്ചാൽ നമുക്ക് റിമൂവ് ആക്കിയിട്ട് എടുക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പർ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റത്തെ ലെയർ ഇട്ടിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുക. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക. ഇനി നമുക്ക് അടുത്ത ലെയർ ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിനായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ലെങ്കിൽ ഒന്ന് തേങ്ങ ചിരണ്ടി ചെയ്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. അത് ഞാൻ 2 കപ്പ് എടുത്തിന് 250 ml 2 കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നമ്മളെ കോക്കനട്ട് ഒന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് എത്രത്തോളം വേണമെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ഒഴിച്ച് നോക്കിയിട്ട് ഇതേപോലെ നല്ലൊരു ഷേപ്പാക്കി എടുക്കുന്ന രീതിയാകുന്ന വരെ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ടെടുക്കുക. ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത നമ്മളെ സ്വീറ്റാണ്. ഇത് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാം. 2 ലെയറും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ താൽഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് കുക്കി എടുക്കുക, ക്രീമില്ലാത്ത കുക്കി എടുക്കുക. മേൽഭാഗത്ത് കോക്കനട്ടിൻ്റെ ആ ഒരു ലെയറും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം സ്വീറ്റ്സ് ഇഷ്ടമുള്ളവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ, എൻ്റെ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.